SFIU അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അന്വേഷണ ഉത്തരവ് നിയമവിരുദ്ധമെന്നും ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ബിനിൽ തന്നെ തുടരുന്നുണ്ട്. നമുക്കിപ്പം ബിനിൽ, വീണ വിജയനും എക്സാലോജിക്കിനും ഏറെ നിർണായകമാണ് ഈ കോടതി ഹർജി പരിഗണിക്കുന്നത്. എപ്പോഴാകും ഹർജി പരിഗണിക്കുക? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കർണാടക ഹൈക്കോടതി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിങ്കളാഴ്ച ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നു എന്നതാണ്. 121ാമത്തെ ഇനമായിട്ടാണ് ഈ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ ഹർജിയെ എതിർക്കാനുള്ള ശക്തമായ സാധ്യതകൾ തന്നെയാണുള്ളത്. കാരണം SFIU അന്വേഷണം മുന്നോട്ട് പോകണം, ഒളിക്കാൻ എന്നുമില്ല എങ്കിൽ എന്തിന് ഈ അന്വേഷണത്തെ ഭയപ്പെടണം എന്ന ചോദ്യമാണ് KSIDCയുടെ ഹർജി വന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. അതേ ചോദ്യം തന്നെയായിരിക്കും അവർ കർണാടക ഹൈക്കോടതിയിൽ ഉയർത്താൻ പോകുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസ് ആവശ്യപ്പെടുന്നത് SFIU അന്വേഷണം നിയമവിരുദ്ധമാണ്, അത് റദ്ദാക്കണം. ആ ഉത്തരവിലേക്ക് നയിച്ച രേഖകൾ വിളിച്ചു വരുത്തി കോടതി പരിശോധിക്കണം. തൽക്കാലത്തേക്ക് ഇടക്കാല സ്റ്റേ ഈ അന്വേഷണത്തിന് നൽകണമെന്നതാണ് എക്സാലോജിക്കിന്റെ ആവശ്യം. കാരണം എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഉടമയായ വീണ വിജയനിലേക്ക് SFIയുടെ അന്വേഷണം പോകാനിരിക്കെയാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ശരി ബിനിൽ.